ശശി തരൂരിനെതിരെ കേസെടുത്ത് പോലീസ്. നടപടി വോട്ടിന് പണം നൽകുന്നുവെന്ന ആരോപണത്തിനെതിരായ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതിയിൽ ഡിജിപിക്ക് നൽകിയ പരാതിയിൽ കേസെടുത്തത് തിരുവനന്തപുരം സൈബർ പോലീസ്. സംസ്ഥാനത്ത് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കളം നിറഞ്ഞ ദേശീയ നേതാക്കൾ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ മോദിക്കും രാഹുലിനും ഒരേ സ്വരമെന്ന് പിണറായി വിജയൻ. എന്നതാണ് ഉയരുന്ന വിമർശനം. പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല. പിണറായിക്കും മോദിക്കും ലക്ഷ്യം രാഹുൽ എന്ന് വി ഡി സതീശൻ. വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇവരുടെ പ്രസ്താവനകൾ ഏതോ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് തയ്യാറാക്കിയതുപോലെയാണ്. വീട്ടിലെ വോട്ടിൽ പരാതികൾ തീരുന്നില്ല. പത്തനംതിട്ടയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട്. കരുത്തോട്ട സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ വോട്ട് ചെയ്തെന്ന് LDF. സംഭവത്തിൽ 3 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ മോഷണത്തിൽ പ്രതിപിടിയിൽ. മുംബൈ സ്വദേശി മുഹമ്മദ് ഇർഷാദിനെ കസ്റ്റഡിയിലെടുത്തത് കർണാടകയിൽ നിന്ന്. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 1 കോടി രൂപയുടെ വസ്തുക്കൾ. തിരുവനന്തപുരത്ത് പിറന്നാൾ ആഘോഷത്തിനിടെ സംഘർഷം, 4 പേർക്ക് കുത്തേറ്റു. സംഭവം ഇന്നലെ രാത്രി കഴക്കൂട്ടത്ത് ബാർ റെസ്റ്റോറന്റിൽ. 3 പേർ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യത.